നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു വർഷത്തോളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറെ ചർച്ചകളാണ്. ഇതില് രാഷ്ട്രീയക്കാർക്ക് ഇത്രയധികം ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്രയധികം എതിർപ്പ് വരാൻ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അവര് ഒരുപാട് വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ പരീക്ഷിക്കാം. ഒന്നാമത്തെ കാര്യം അവര് പറയുന്നു, ഇങ്ങനെ ഒരു സംഭവമേ, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമേ നടക്കുന്നില്ല ഈ കേരളത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയും ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവമേ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മള് ലവ് ജിഹാദ് എന്താണ് എന്ന് നമ്മൾ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലവ് ജിഹാദ്? അതൊരു പ്രത്യേക ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അതാണ് ലവ് ജിഹാദ് എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു പ്രോസസ്, അതായത് പ്രണയത്തിലൂടെയും പ്രണയനാട്യത്തിലൂടെയും വിവാഹത്തിലൂടെയും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളിലൂടെയും ഒക്കെ മതം മാറ്റി അവരെ പതുക്കെ തീവ്രവാദ ഭീകരവാദ പാളയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളപ്പോഴാണ് അവരിപ്പോഴും അത് നടക്കുന്നില്ല എന്നുള്ളത് പറയുന്നത്. ഇവരാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നറിയില്ല. നമ്മുടെ കൺമുമ്പിൽ ഇന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട നിമിഷ എന്ന ഫാത്തിമയുണ്ട്, സോണിയ സെബാസ്റ്റ്യൻ എന്ന ഐഷയുണ്ട്, മെറിൻ എന്ന മറിയമുണ്ട്. അതുപോലെ അവരുടെ ഒപ്പം തന്നെ പോയ അവരുടെ ഹസ്ബൻഡ്സ് രണ്ടുപേര്, യഹിയയും ഈസയും, അവര് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന്, അവര് ക്രിസ്ത്യാനികളായിട്ടല്ല ISIS പോയത്. അവര് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച് ഇസ്ലാമിലേക്ക് മാറി അതിനുശേഷം അവരുടെ തീവ്രവാദ ആശയങ്ങൾ അവരുടെ തലയിലേക്ക് കയറി. അങ്ങനെ അവർ IS എന്നുള്ള ആ ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്ക് പോയി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത്. അപ്പോ ഇവര് പലതരത്തില് പല വിഷയങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഒരു വലിയ പ്രോസസ്സിനെ ലഘൂകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം എതിർക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ, അത് ഒരു മൂന്ന് പെൺകുട്ടികളുടെ കഥ പറയുന്ന ഒരു സിനിമ, ഒരിക്കലും ഇടതിനോ വലതിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ആർഷവിദ്യാ സമാജം എന്നുള്ള ഓർഗനൈസേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പലതരത്തില് തെറ്റിദ്ധരിക്കപ്പെട്ട് പല വിധത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകളിൽ പെട്ടുപോയ പലവിധ കുട്ടികളെ, യുവതി യുവാക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം. ഈ പറയുന്ന ഞാനടക്കം പല തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങിന് അടിമപ്പെട്ട് മതം മാറിയ ഒരാളായിരുന്നു. എന്നെ പോലും തിരിച്ചു കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങള് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ, അത് പ്രണയമാവാം, പ്രണയനാട്യങ്ങളാവാം, ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളാവാം, അങ്ങനെ പല വിധത്തില് പലതരത്തില് ഉള്ള മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഈ ഒരു ലവ് ജിഹാദിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പ്രവണത നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർഷവിദ്യാ സമാജം പറയുന്നത് കേൾക്കണ്ട. നിങ്ങള് ഇന്ന് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഇതില്ല, ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവര് ദയവ് ചെയ്ത് ഒന്ന് ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്ന് പോയി നോക്കൂ. അവിടെയുള്ള ഭൂരിഭാഗം പേരും, ഒരു 90% പേരും കാമുകന് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ പങ്കാളിക്ക് വേണ്ടിയോ മതം മാറാൻ തയ്യാറായി ചെന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്? ഇനി ഇവരുടെ മറ്റൊരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള മിശ്ര വിവാഹങ്ങള്, മതേതര വിവാഹങ്ങൾ നടക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ മാത്രം ഇത്ര പർവ്വതീകരിക്കാൻ കാരണം എന്നുള്ള തരത്തിലുള്ള വാദങ്ങളാണ് ഇവര് ഉന്നയിക്കുന്നത്. ശരിയാണ്, നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള മതേതര വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. മതേതര വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? രണ്ട് മതത്തിൽ പെട്ടവര് വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷവും അവരുടേതായ വിശ്വാസങ്ങള് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ് മതേതര വിവാഹം എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ വേറൊരു കാര്യമുണ്ട്, അഡാപ്റ്റേഷൻ വിവാഹം. അതായത് ഇപ്പം ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ വീട്ടിൽ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് അവര് ചിലപ്പോ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയും മതം സ്വീകരിക്കുന്ന തരത്തിലുള്ള വിവാഹങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വിയോജിപ്പുകളുണ്ട്. എന്നിരുന്നാലും ഒരു പരിധി വരെ അതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവര് പ്രണയിക്കുന്ന സമയത്ത് തന്നെ മതം എന്നുള്ള ഒരു ഫാക്ടർ വരുന്നു.
എന്തിനാണ് പ്രണയത്തിന്റെ ഇടയിൽ മതം എന്നുള്ള ഒരു കാര്യം കലർത്തുന്നത്? പ്രണയിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ആ ബന്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അവര് പ്രണയത്തെക്കാൾ കൂടുതൽ അവർ മതം പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും കഴിഞ്ഞിട്ടും കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം, മതം മാറിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ചിട്ട് മതം മാറ്റിക്കുന്ന പ്രവണതകള്. മാത്രമല്ല, ഇങ്ങനെ മതം മാറ്റിയവരെ പല ഔദ്യോഗിക മതപാഠശാലകളിൽ കൊണ്ടുപോയി മതം മാറ്റിയവരെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അവർ ഉപേക്ഷിക്കുക, അവരെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കുക, അതല്ലെങ്കിൽ അവരെ പല വിധത്തിലുള്ള ചതിയിലൂടെ, തന്ത്രങ്ങളിലൂടെ, ബ്രെയിൻ വാഷിങ്ങിലൂടെ അവരെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ. ഇത്രയേറെ തെളിവുകളുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇതിനെതിരെ നമ്മൾ എത്രയൊക്കെ നമ്മൾ കണ്ണടച്ചാലും ആ ഒരു സത്യം ഇല്ലാതാകുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഒന്നാകെ അപമാനിക്കുകയാണ് എന്നുള്ള തരത്തില്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്, നമ്പർ 1 സാക്ഷരത ഉള്ള നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരാളായിക്കോട്ടെ, 2 ആളായിക്കോട്ടെ, 10 ആയിക്കോട്ടെ, അത് എത്രയായിക്കോട്ടെ, ഒരാളെങ്കിൽ ഒരാള് ഈ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തില് ഇവിടെ നിന്ന് പോയി അവര് മറ്റുള്ളവരെ പോലും കൊല്ലുന്ന തരത്തില് ആ ഒരു തലത്തിലേക്ക് വളർന്നു. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വരുമ്പോ അതല്ലേ വാസ്തവത്തിൽ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്നത്?